ഹായ് കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ നിങ്ങളുടെ ദ ഫാർമർ എന്നുള്ള പോയമാണ് നോക്കുന്നത്. ദ ഫാർമർ കൃഷിക്കാരല്ലേ, കർഷകൻ, നിങ്ങൾക്കറിയാമല്ലേ? നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ പോയിട്ട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ. രാജാവ് എന്താ ചെയ്യുക? രാജ്യം ഭരിക്കുമല്ലേ. ഇവിടെ ലാൻഡ് ആൻഡ് സീ, ഭൂമിയും കടലും ഭരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? രാജ്യത്തിൻ്റെ അതിർത്തിയിലൊക്കെ കടലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ രാജാവിൻ്റെ നിയന്ത്രണത്തിലും പിന്നെ ഭരണത്തിന് കീഴൊക്കെ ആവില്ലേ. ഇല്ലെങ്കിൽ അതിലൂടെയൊക്കെ ശത്രുക്കൾ കയറി വന്ന് രാജ്യം കീഴടക്കും അല്ലേ. പിന്നെന്താണ്? ദ ലോഡ് ആരാ? പ്രഭു. അതായത് പ്രഭു എന്ന് പറഞ്ഞാൽ ചെറിയ പ്രദേശങ്ങളുടെയൊക്കെ ഭരണാധികാരി അല്ലേ. അവരുടെ അധികാര പരിധിയിൽ ആയിരിക്കും ആ ചെറിയ പ്രദേശങ്ങളൊക്കെ. ഇപ്പം നമ്മൾ പറയും നമ്മുടെ ഇന്ത്യ രാജ്യം പ്രധാനമന്ത്രിയാണ് അല്ലേ അധികാരി. അതിൻ്റെ ഒരു സംസ്ഥാനം, അതിലൊരു ചെറിയ പ്രദേശം, അതിൻ്റെ ഭരണാധികാരി ആരാണ്? മുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ അതുപോലെ അതൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ ജനാധിപത്യ ക്രമമാണ് അല്ലേ. അപ്പോൾ ഇതിന് മുന്നേ എന്താണ് ഉണ്ടായിരുന്നത്? രാജ്യഭരണമാണ്. അവിടെ രാജ്യം ഭരിക്കുക രാജാവും, അതിലെ തന്നെ ചെറിയൊക്കെ പ്രദേശങ്ങളൊക്കെ ഈ പ്രഭുക്കന്മാരുടെ ഒക്കെ അധികാരപരിധിയിലാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോഡ്, ഒരു പ്രഭു മേ ലീവ്, അവർ ജീവിക്കുക എങ്ങനെയാണ്? റൈറ്റ് റോയാലിറ്റി, അവർക്ക് അവകാശപ്പെട്ട പദവിയിലും ആഡംബരത്വത്തിലൊക്കെ ആകുമ്പോൾ അവർ ജീവിക്കുക അല്ലേ. പിന്നെന്താണ്? ദ സോൾജർ ആരാണ്? പട്ടാളക്കാരല്ലേ. പട്ടാളക്കാരൻ എന്താ ചെയ്യുക? റൈറ്റ്സ്, അവൻ സഞ്ചരിക്കുക അല്ലേ. എങ്ങനെയാണ്? ഇൻ പോംബ് ആൻഡ് പ്രൈഡ്. പോംബ് എന്താണ്? ഒരു വീരത്വത്തിലും ഗംഭീരമായ എടുപ്പിലും, ആൻഡ് പ്രൈഡ് എന്ന് വെച്ചാൽ എന്താണ്? അഭിമാനത്തിലും അല്ലേ. നമുക്കറിയാം നമ്മുടെ രാജ്യം കാക്കുന്നത് പട്ടാളക്കാരാണല്ലേ. അപ്പോൾ അവർ അതിൻ്റേതായ എടുപ്പിലും അഭിമാനത്തിലൊക്കെ അവർ സഞ്ചരിക്കും. പിന്നെന്താണ്? ദ സെയിലർ ആരാണ്? നാവികൻ അല്ലേ. കപ്പലോടിക്കുന്ന ആളല്ലേ. സെയിലർ എന്താ ചെയ്യുക? റൂംസ്, ചുറ്റി സഞ്ചരിക്കും അല്ലേ. ഓവർ ഓഷ്യൻസ് വൈഡ് എന്താണ്? വിശാലമായ സമുദ്രത്തിലൂടെയൊക്കെ അവൻ കപ്പലോടിച്ച് പോവില്ലേ, കപ്പലിൽ ചുറ്റി സഞ്ചരിക്കില്ലേ. അതാണ് പറയുന്നത്. പിന്നെ ബട്ട് ദിസ് ഓർ ദാറ്റ്, ഇതായിക്കോട്ടെ അതായിക്കോട്ടെ, ഇവരൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഈ മുകളിൽ പറഞ്ഞ എന്ത് തന്നെ സംഭവിച്ചു, വാട്ട് എവർ ബിഫോൾ, എന്ത് തന്നെ ഉണ്ടായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ദ ഫാർമർ അതായത് കർഷകൻ അവൻ മസ്റ്റ് ഫീഡ് ദം, ഇവരെയൊക്കെ മസ്റ്റ് ഫീഡ്, തീറ്റിപ്പോറ്റണം. കർഷകൻ തീറ്റിപ്പോറ്റണം അല്ലേ. അവന് അങ്ങനത്തെ പദവിയൊന്നുമില്ല അല്ലേ. അങ്ങനെയുള്ള കർഷകൻ അവരെ തീറ്റിപ്പോറ്റണം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? അങ്ങനെയല്ലേ. പിന്നെന്താണ്? ദ റൈറ്റർ ആരാണ്? സാഹിത്യകാരന്മാരല്ലേ. ഒരു സാഹിത്യകാരൻ, അയാൾ ആളെന്താ ചെയ്യുക? തിങ്സ് ചിന്തിക്കുന്നു അല്ലേ. പിന്നെ ദ പോയിറ്റ് എന്താ ചെയ്യുക? പോയിറ്റ് വെച്ചാൽ കവിയില്ലേ. കവി സിങ്സ്, പാടുന്നു എന്ന് വെച്ച് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കവിതയൊക്കെ ചൊല്ലുക എന്നാണല്ലേ പറയാ. അതുപോലെ. പിന്നെ ദ ക്രാഫ്റ്റ് മാൻ, കരകൗശല വസ്തു ഉണ്ടാക്കുന്ന ആൾ എന്താ ചെയ്യുക? ഫാഷൻ എന്ന് വെച്ചാൽ പുതിയ, പിന്നെ വണ്ടറസ് എന്ന് വെച്ചാൽ അത്ഭുതം, നമുക്ക് അത്ഭുതം കൂറുന്ന സാധനങ്ങൾ, അത്രയും ഭംഗിയുള്ളൊക്കെ സാധനങ്ങൾ ഈ കരകൗശലക്കാരുണ്ടാക്കുക എന്ന് വെച്ചാൽ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ആളല്ലേ. അവരുണ്ടാക്കില്ലേ. പിന്നെന്താണ്? ദ ഡോക്ടർ ഹീൽസ്, അറിയാലോ. അതായത് നമ്മുടെ ഡോക്ടർ ഹീൽസ്, സുഖപ്പെടുത്തുന്നു. ലോയർ പ്ലീഡ്സ് അല്ലേ. നമ്മുടെ എന്താണ്? വക്കീൽ പ്ലീഡ്സ്, വാദിക്കുന്നു. ദ മൈനർ ആരാണ്? ഖനിയിൽ ജോലി ചെയ്യുന്ന ആളല്ലേ. അതായത് ഖനി തൊഴിലാളി, കുഴിച്ചെടുക്കുന്ന, നമുക്ക് ആവശ്യമായ എല്ലാ ഭൂമിക്കിടയിലുള്ള സാധനങ്ങൾ കുഴിച്ചെടുക്കുന്ന പണി ചെയ്യുന്നത് അല്ലേ. അവൻ ഫോളോ ചെയ്യുന്നത് എന്തിനെയാണ്? പ്രഷ്യസ് ലീഡ്സ് അല്ലേ. പ്രഷ്യസ് ലീഡ്സ് എന്താണ്? നമുക്കറിയാം അല്ലേ. വിലപിടിപ്പുള്ള രത്നങ്ങളും പിന്നെ സ്വർണ്ണമൊക്കെ കുഴിച്ചെടുക്കുമല്ലേ. പ്രഷ്യസ് ലീഡ്സ്, വസ്തുക്കളുള്ളിടത്തേക്ക് അവനെ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടേക്ക് ഖനി തൊഴിലാളി അവിടേക്ക് ചെന്ന് അതൊക്കെ അവിടെയുള്ളത് എവിടെയാണുള്ളത് അവിടേക്ക് ചെന്ന് അതൊക്കെ കുഴിച്ചെടുക്കുന്നു അല്ലേ. അതാണ് മൈനർ ചെയ്യുന്നത്, ഖനി തൊഴിലാളി ചെയ്യുന്നത്. ഖനനം ചെയ്ത് നമ്മുടെ വിലപിടിപ്പുള്ള അമൂല്യമായ വസ്തുക്കളൊക്കെ കുഴിച്ചെടുക്കുന്നു. പിന്നെ എന്താണ്? ബട്ട് ദിസ് ഓർ ദാറ്റ്, ഇതോ അതോ എന്തോ ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ. വാട്ട് എവർ ബീഫോൾ, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ. ബീഫോൾ എന്ന് വെച്ചാൽ സംഭവിക്കുക, എന്ത് തന്നെ സംഭവിച്ചാലും ദ ഫാർമറാണ് ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. ഈ ഫാർമർ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റണം എന്നാണ് പറയുന്നത്. മസ്റ്റ് ഫീഡ്, തീറ്റിപ്പോറ്റണം. അതാണ്. ദ മെർച്ചൻ്റ് ആരാണ്?
മെർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരനാണ് അല്ലേ. അവനെന്താണ്, ഹീ മേ ബൈ ആൻഡ് സെൽ. അവൻ്റെ പണി എന്താണ്, ബൈ വാങ്ങുക അല്ലേ, വില കുറവിന് വാങ്ങുക, അവൻ്റെ ലാഭമൊക്കെ കൂട്ടി കൂടുതൽ വിലയ്ക്ക് വിൽക്കുക അല്ലേ. അതാണ് മെർച്ചൻ്റ് ചെയ്യുക. പിന്നെ എന്താണ്, ദ ടീച്ചർ ഡസ്. ടീച്ചർ എന്താണ് ഡസ് ചെയ്യുന്നു, ഹിസ് ഡ്യൂട്ടി. ടീച്ചറുടെ ഡ്യൂട്ടി ടീച്ചറുടെ ഡ്യൂട്ടി എന്താണ്, പിള്ളേരെ ഭംഗിയായി പഠിപ്പിക്കുക, അവരെ നേരായ വഴിക്ക് നയിക്കുക അല്ലേ. അത് ടീച്ചർ ഭംഗിയായി ചെയ്യുന്നു. പിന്നെ എന്താണ്, ബട്ട് മെൻ മേ ടോയിൽ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. എങ്ങനെയുള്ളത്, ടോയിൽ കഠിനാധ്വാനം ചെയ്യുന്നത്, ത്രൂ ബിസി ഡേയ്സ്. അതായത് ബിസി ഡേയ്സ് എങ്ങനെയാവുന്നത്, വിശ്രമമില്ലാതെ അങ്ങനെയാകുമ്പോഴാണ് ബിസി ഡേയ്സ് ആവുന്നത് അല്ലേ. അപ്പോൾ ദിവസം മുഴുവൻ വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. പിന്നെ ഓർമെൻ എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എങ്ങനെ, മേസ്ട്രോൾ അവർ അലസരാണ് അല്ലേ. അവർക്ക് വലിയ ഉത്തരവാദിത്വമൊന്നും ഉണ്ടാവില്ല. അവരെ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവരെ കാര്യങ്ങൾ നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളതൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ളവർ അലസരായിട്ട് ത്രൂ പ്ലസൻറ്റ് വേസ്. അതായത് പ്ലസൻ്റ് എന്ന് വെച്ചാൽ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വഴിയിലൂടെ അവരങ്ങനെ അലസരായി നടക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ, വർത്തമാനം പറഞ്ഞിരിക്കുക, കളിക്കുക, കൂട്ടുകൂടി ഒക്കെ അവർക്ക് എന്താണ്, അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ദിവസം അങ്ങനെ ചിലവഴിക്കാം. അലസരായിട്ട് വലിയ ഉത്തരവാദിത്വ ബോധമൊന്നും ഇല്ലാണ്ട് അവർക്ക് ചിലവഴിക്കാം. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ പിന്നെന്താണ്, ഫ്രം കിങ് ടു ബെഗർ. ഫ്രം കിങ് എന്ന് വെച്ചാൽ അതാണ് രാജാവ് മുതൽ ടു ബെഗർ, അതായത് യാചകൻ വരെ. അതാണ് ഫ്രം കിങ് ടു ബെഗർ എന്ന് പറയുന്നത്. രാജാവ് മുതൽ യാചകൻ വരെ, വാട്ട് എവർ ബീഫോൾ എന്തുമായിക്കൊള്ളട്ടെ, ദ ഫാർമർ മസ്റ്റ് ഫീഡ് ദം. അതാണ് നമ്മുടെ കർഷകൻ അവരെ തീറ്റിപ്പോറ്റണം എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, ദ ഫാർമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത്. ഫാർമേഴ്സ് ട്രേഡ് അല്ലേ. ഫാർമേഴ്സ് എന്ന് വെച്ചാൽ കർഷകരുടെ കച്ചവടം. അവരും കച്ചവടം ചെയ്യല്ലേ. അവർ വിളയിച്ചെടുത്ത സാധനങ്ങൾ അവർ കച്ചവടം ചെയ്തെടുക്കും അല്ലേ. അതിനുള്ള പൈസ നേടുമല്ലേ. ആ കച്ചവടം എന്ന് പറയുന്നത് എന്താണ്, ഈസ് വൺ ഓഫ് വർത്ത്. അത് മൂല്യമുള്ള ഒന്നാണ്. അതെന്തുകൊണ്ടാണ് പറയുന്നത്, അത് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യമാണല്ലേ, അത് ജീവൻ നിലനിർത്തുന്ന കാര്യമാണല്ലേ, അതില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഫാർമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത് എന്നല്ലേ. പിന്നെന്താണ് പറയുന്നത്, ഹീസ് പാർട്ട്ണർ. ആരാണ്, നമ്മുടെ ഫാർമർ പാർട്ട്ണറാണെന്ന് പറയുന്നത് വിത്ത് സ്കൈ ആൻഡ് എർത്ത്. അതായത് സ്കൈക്കും ആകാശത്തിനും ഭൂമിക്കും ഒപ്പമുള്ള ഒരു പാർട്ട്ണറാണ് കർഷകൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഹീസ് പാർട്ട്ണർ വിത്ത് ദ സൺ ആൻഡ് റെയിൻ. പിന്നെ സണ്ണിനും സൂര്യനും റെയിനിനും മഴയ്ക്കും ഒപ്പമുള്ള ഒരു പാർട്ട്ണറാണ് ഇതിൻ്റെയൊക്കെ ഒപ്പമുള്ള ഒരു പാർട്ട്ണറാണ് നമ്മുടെ കൃഷിക്കാരൻ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് പറയുന്നത്, നമുക്കറിയാം അല്ലേ. എങ്ങനെയാണ് ഒരു കർഷകൻ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ വിളയിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലേ. ഒരു ചെടി എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുക, അതിനെന്ത് വേണം, സ്കൈ വേണമല്ലേ, സൂര്യപ്രകാശം വേണമല്ലേ. പിന്നെന്താണ്, പിന്നെ സ്കൈയിലുള്ള അതായത് അന്തരീക്ഷത്തിലുള്ള മറ്റു പല ഘടകങ്ങളും വേണമല്ലേ. ഓക്സിജൻ, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ വേണമല്ലേ. പിന്നെ ആൻഡ് എർത്ത്, ഭൂമി വേണമല്ലേ, ചെടിക്ക് വേര് പിടിച്ച് നിൽക്കാൻ ഭൂമി വേണമല്ലേ. പിന്നെന്താണ്, സൺ വേണം അല്ലെ, സൂര്യൻ വേണം, അതായത് ചൂട് വേണമല്ലേ, ഊർജ്ജം വേണം. ആൻഡ് റെയിൻ, മഴ വേണമല്ലേ. അപ്പോൾ ഇതൊക്കെ വേണം. പിന്നെ കർഷകനും വേണം. അപ്പോഴാണ് നമുക്ക് വിളവ് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ ഇവരൊക്കെ പണിയെടുക്കുന്നതാണ്, അതായത് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ വിളയിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കർഷകൻ പാർട്ട്ണറാണെന്ന് പറയുന്നത് അല്ലേ. ഇവർക്കൊക്കെ ഒപ്പമുള്ള പാർട്ട്ണറാണ് കർഷകൻ. അതായത് ഇവരൊക്കെ വേണം, കർഷകനും വേണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ, ഫുഡും എന്ന് വെച്ചാൽ നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും നെല്ലും ഒക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇവരൊക്കെ പണിയെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, എൻ്റെ നോ മെൻ ലോസസ്. ഒരാൾക്കും ഒരു നഷ്ടമില്ല എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനൊരു നഷ്ടവുമില്ല. ഫോർ ഹിസ് ഗെയിൻ, അവൻ്റെ നേട്ടം എന്താണ്, അവർ ഭക്ഷണം, അവന് ജീവിച്ചു പോകേണ്ട അത്യാവശ്യ ഘടകം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലേ, അതവൻ്റെ നേട്ടമാണ് അല്ലേ. അവനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവനൊന്നും നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, അവനൊന്നും നഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്താണ്, അവനൊരു പണിയെടുക്കില്ല അല്ലേ. അപ്പോൾ പണിയെടുക്കുന്നത് ഇവരൊക്കെയാണ്, ഈ മുകളിൽ പറഞ്ഞവരൊക്കെയാണ് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് കാശ് കൊടുക്കണ്ടേ കിട്ടാന്നൊക്കെ വിചാരിക്കും അല്ലേ. പക്ഷേ ഇത് കർഷകനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പം അതാണ് പറഞ്ഞത്, എൻ്റെ നോ മെൻ ലോസസ്. ഒരാൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല അവൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. പിന്നെ ആൻഡ്
മെൻ മേ റൈസ്, ഒരു മനുഷ്യൻ ഉയരാം അല്ലേ, സാമ്പത്തികമായും പദവി കൊണ്ടും മറ്റുള്ള എല്ലാ അതും അവന് സാഹചര്യങ്ങളും അവന് ഒത്തുവന്ന് അവന് ഉയരാം. അല്ലെങ്കിൽ ഓർ മെൻ മേ ഫോൾ, തിരിച്ചും ഇങ്ങനെ സംഭവിക്കാം, മനുഷ്യൻ അധപ്പതിച്ച് പോകാം, താഴ്ന്നു പോകാം അല്ലേ, അവന് സമ്പത്തില്ലാതെയും അവൻ്റെ സാഹചര്യങ്ങളൊക്കെ മോശമായിട്ട് അവൻ താഴ്ന്നും പോകാം. എന്താണെന്ന് വെച്ചാൽ ഉയർന്നവനാവട്ടെ താഴ്ന്നവനാവട്ടെ ഏത് തരത്തിലായാലും അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ബട്ട് ദ ഫാർമർ, ഇവരെയൊക്കെ എന്ത് ചെയ്യണം, ഫാർമർ മസ്റ്റ് ഫീഡ് ദം ഓൾ, ഇവരെയൊക്കെ നമ്മുടെ കർഷകൻ ഫീഡ് ചെയ്യണം അല്ലേ, തീറ്റിപ്പോറ്റണം അല്ലേ. ഈ കവിതയുടെ മുന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു കോട്ട് ഉണ്ട്, അൺസങ് ഹീറോസാണ് കർഷകൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഇവൻ പാടി പുകഴ്ത്താത്തവനാണ്, ആരും പാടി പുകഴ്ത്താത്തവനാണ്, അൺസങ് ആണ് അല്ലേ. അവൻ്റെ പ്രാധാന്യം ആരും പറയില്ല അല്ലേ. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ കളക്ടറൊക്കെ ആയാൽ നമ്മളത് വലിയ കാര്യത്തിൽ നമ്മളവരെ ആദരിക്കുകയും ചെയ്യും ഒക്കെ ചെയ്യില്ലേ. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മളൊക്കെ ജീവൻ നിലനിർത്തുന്ന അല്ലേ, നമ്മുടെ വിശപ്പടക്കുന്ന കർഷകനെ നമ്മൾ അങ്ങനെ കരുതാറില്ലല്ലേ. അതുകൊണ്ടാണ് അൺസങ്. സിങ് പാടുക, അൺസങ് എന്ന് വെച്ചാൽ പാടാത്ത, അതായത് പാടി പുകഴ്ത്താത്ത ആളാണ്, എന്നാൽ അത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ആളാണ് ഫാർമർ എന്ന്, അതിനെക്കുറിച്ചുള്ളതാണ് ഈ കവിത എന്ന് നമ്മുടെ കവിതയുടെ മുന്നേ തന്നെ കവി പറഞ്ഞിട്ടുണ്ടല്ലേ, പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് കവിത ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെന്താണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തതിൽ കാണാം. ഓക്കേ.